ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? എ സാഡ് സോൾ ക്യാൻ കിൽ യു വെരി ഫാസ്റ്റർ ദാൻ എ ജം. ജോൺ സ്റ്റീൻബർഗിൻ്റെ കോട്ടാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കേണ്ടത് നമ്മുടെ ലൈഫിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. നമ്മൾ വിഷമിച്ചിരുന്നാൽ നമ്മളുടെ ആയുസ് കുറഞ്ഞു വരും എന്നാണ് ആ കോട്ടിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസത്തോടെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഡെലിവറി പീരീഡ് അല്ലെങ്കിൽ നമുക്ക് ആ ഡെലിവറി സ്റ്റേജിനെ കുറിച്ച് സംസാരിക്കാമെന്നാണ്. ഡെലിവറി സ്റ്റേജ് തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ഡെലിവറി അടുക്കുന്ന സമയത്ത് നമുക്ക് കാണപ്പെടുന്ന ഒരു ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് നമ്മുടെ വയറ് നന്നായിട്ട് ഇടിഞ്ഞ് ഈ മുകളിൽ വരെ ഇരുന്ന വയറ് കുറച്ച് താഴ്ന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. അതുപോലെ കുറച്ച് പെൽവിക് പെയിൻ, അതായത് തല എൻഗേജ്ഡ് ആയി താഴോട്ട് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പെൽവിക് പെയിൻ കൂടുതലായിട്ടുള്ളതുപോലെ തോന്നും. അതുപോലെ ഇങ്ങനെ തവള നടക്കുന്ന പോലെ ഒരു വേരിയേഷൻ വരും നമ്മുടെ നടത്തത്തിനൊക്കെ. ഈ എൻഗേജ്മെൻറ്റ് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കാലിങ്ങനെ വൈഡാക്കി വെച്ച് നടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ സിംറ്റംസ് തോന്നി തുടങ്ങും. ഇനി അതല്ലാതെ എന്തൊക്കെയാണ് നമുക്ക് ഡെലിവറി ടൈമിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? മ്യൂക്കസ് പ്ലഗ് പോകുക എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ മ്യൂക്കസ് പ്ലഗ് എന്താ? നമ്മുടെ വജൈനയിൽ കൂടെ നമുക്ക് ഡിസ്ചാർജ് വരില്ലേ, അതുപോലെ തന്നെ തിക്കായിട്ട് ബ്ലഡ് സ്റ്റെയിൻ ആയിട്ട് ഇങ്ങനെ കട്ടിയായിട്ട് ഇങ്ങനെ മ്യൂക്കസ് പോലെ കൊഴുകുടാന്ന് കൊഴുപ്പ് പോലെ പോകുന്നു. അതിനെയാണ് മ്യൂക്കസ് പ്ലഗ് എന്ന് പറയുന്നത്. അങ്ങനെ മ്യൂക്കസ് പ്ലഗ് പോകുന്നത് നമ്മുടെ ഡെലിവറിയുടെ ഒരു സ്റ്റാർട്ടിംഗ് ലക്ഷണം തന്നെയാണ്. പിന്നെ വെള്ളം പൊട്ടിപ്പോവുക, അതുപോലെ വേദന. ഓൾറെഡി ഡെലിവറി പെയിൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിട്ട് ഫ്രീക്വൻസി ഇൻറ്റൻസിറ്റിയൊക്കെ കൂടി വരുന്ന ടൈപ്പ് ഒരു വേദന വരിക, ഇതെല്ലാം ഡെലിവറിയുടെ ഒരു ലക്ഷണങ്ങളാണ്. അതുപോലെ തന്നെ ചില ആൾക്കാരിലാണെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും കണ്ടീഷൻ, ഷുഗറോ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ വെയിറ്റ് കൂടുക, അല്ലെങ്കിൽ വെള്ളം കൂടുക, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ തൂക്കം കുറയുക, വെള്ളം കുറയുക, അങ്ങനെ പല പല കണ്ടീഷനിൽ നമ്മൾ ഇവരെ ഇൻഡ്യൂസ് ചെയ്ത് ഡെലിവറി ആക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഈ സിംറ്റം ഒക്കെ വരുന്നതിന് മുന്നേ തന്നെ ഡോക്ടേഴ്സ് എന്ത് ചെയ്യും? ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ട് അവർക്ക് മരുന്ന് ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് ഡെലിവറി ഇൻഡ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി അതല്ലാത്ത വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇപ്പോൾ നമുക്ക് ഡെലിവറിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ എന്തെങ്കിലും സിംറ്റംസ് വന്നു, അല്ലെങ്കിൽ തന്നെ നമുക്ക് ലാസ്റ്റ് ട്രൈമസ്റ്റർ എത്തുമ്പോൾ ഡോക്ടർ നമുക്കൊരു ഉള്ളു പരിശോധന ചെയ്യും അല്ലേ? നമ്മുടെ സെർവിക്സ് എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട്, ഡയലേറ്റ് ആവുന്നുണ്ടോ, ഫേവറബിളായി വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ നമ്മൾ ഈ വേദന വന്ന് ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് നമ്മുടെ സെർവിക്സ് ചെക്ക് ചെയ്യും. അപ്പോൾ ഈ സെർവിക്സ് ചെക്ക് ചെയ്ത് എപ്പോഴാണ് നമുക്ക് ഡെലിവറി ചെയ്യാമെന്നറിയാം. ഈ സെർവിക്സ് ഇങ്ങനെ അടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ 2 ഫിംഗേഴ്സ് വെച്ച് താഴെ കൂടെ ഡോക്ടേഴ്സ് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇത് ഓപ്പണായി വരും തോറും ഡെലിവറി നമ്മൾ പ്രോഗ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ് അർത്ഥം. 10 സെൻറ്റിമീറ്റർ ഡയലേറ്റ് ആയതിനു ശേഷമാണ് നമ്മൾ ഡെലിവറിക്ക് ഉള്ള സമയം എത്തുന്നത്. അപ്പോൾ 0 to 10 ഇതാണ്. നമുക്ക് ആ ഒരു 10 cm കംപ്ലീറ്റ് ആയെങ്കിൽ മാത്രമേ നമ്മുടെ ഡെലിവറി നടക്കുള്ളൂ. ഇനി ചില ആൾക്കാർക്ക് നമ്മൾ എന്ത് ചെയ്യും? ഈ സിസേറിയനെ ചൂസ് ചെയ്യും. അതെങ്ങനെയാണ് നോർമൽ ഡെലിവറിയും സിസേറിയനും ചൂസ് ചെയ്യുന്നത്? സിസേറിയനിൽ തന്നെ നമുക്ക് എലക്റ്റീവ് എന്നും എമർജൻസി എന്നും ഉണ്ട്. അപ്പോൾ എലക്റ്റീവ് എങ്ങനെയാണെന്ന് നോക്കാം. ഇലക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം കുഞ്ഞിൻ്റെ പൊസിഷൻ എന്തെങ്കിലും വ്യത്യാസമുണ്ട്. അതായത് കുഞ്ഞിൻ്റെ തല മുകളിലാണ്, അല്ലെങ്കിൽ കുഞ്ഞിങ്ങനെ ട്രാൻസ്വേഴ്സ് ഇങ്ങനെ തല താഴോട്ടിരിക്കുന്നതിന് പകരം ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുകയാണ്, ഇങ്ങനെ കുറുകെ കിടക്കുകയാണ്. അങ്ങനെ പൊസിഷനിൽ വരുന്ന വ്യത്യാസം കൊണ്ട് നോർമൽ ഡെലിവറി പോസിബിൾ അല്ലാത്ത സമയത്ത് എന്ത് ചെയ്യും? സിസേറിയന് വേണ്ടിയിട്ട് നമ്മൾ എലക്റ്റീവായിട്ട് ചൂസ് ചെയ്യും. അതുപോലെ തന്നെ മറ്റേണൽ കോംപ്ലിക്കേഷൻസ്, അമ്മയ്ക്ക് വരുന്ന ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, അതുപോലെ അമ്മയ്ക്ക് ഉണ്ടാകുന്ന ചില അസുഖങ്ങൾ മൂലം നമ്മൾ നോർമൽ ഡെലിവറി വേണ്ട എന്ന് വെക്കും. പിന്നെ ചില ആൾക്കാർ അവരുടെ ഇഷ്ടം, എനിക്ക് നോർമൽ ഡെലിവറിയുടെ പ്രോസസ്സിലൂടെ പോകണ്ട, ആ വേദനയൊന്നും സഹിക്കേണ്ട, വജൈനൽ ബർത്തിന് ഞാൻ വില്ലിങ് അല്ല എന്നുള്ളവരും ചിലപ്പോൾ അവരായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് ഇലക്റ്റീവായിട്ട് സിസേറിയൻ മതി എന്ന് ചൂസ് ചെയ്യാറുമുണ്ട്. ഇനി അമ്മയുടെ പെൽവിസ് കുഞ്ഞിറങ്ങി വരാൻ പാകത്തിനുള്ളതല്ല എന്ന് നമുക്ക് ഡോക്ടർ ഉള്ളു പരിശോധിക്കുന്ന സമയത്ത് തോന്നുന്ന സാഹചര്യങ്ങളിലും എന്ത് ചെയ്യാറുണ്ട്? സിസേറിയനെ എലക്റ്റീവായിട്ട് ചൂസ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്ലാസൻ്റയുടെ പൊസിഷൻ, നമ്മുടെ മറുപുള്ള എന്ന് പറയും പ്ലാസൻ്റ, അത് താഴെയാണ്, അതിൻ്റെ പൊസിഷൻ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിലും നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കത്തില്ല. അതൊക്കെ റിസ്ക് കൂടുതലാണ്. അതുപോലെ മൾട്ടിപ്പിൾ ബേബീസ്, ട്വിൻസ്, ട്രിപ്ലെറ്റ്സ് അങ്ങനെയൊക്കെ വരുന്ന സമയത്തും സിസേറിയനിലോട്ട് എലക്റ്റീവായിട്ട് ചൂസ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇനി സിസേറിയൻ വേഴ്സസ് നോർമൽ ഡെലിവറി. സിസേറിയൻ്റെ എമർജൻസി സെക്ഷൻ എവിടെയാണെന്ന് നോക്കാം. എമർജൻസി വരുന്ന എപ്പോഴാണ്? നമ്മുടെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് പെട്ടെന്ന് ഡ്രോപ്പായി പോവുക, നമുക്ക് ഡെലിവറി സമയത്ത് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് പെട്ടെന്ന് കുറഞ്ഞു പോവുക, അതുപോലെ മരുന്നും സാധനങ്ങളും ഒക്കെ കൊടുത്തിട്ടും നമുക്ക് ഡയലറ്റേഷൻ ഉണ്ടാവുന്നില്ല, അതുപോലെ എന്താ അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഡെലിവറിയുടെ സമയത്ത് പെട്ടെന്ന് അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരിക, ഈ സമയത്തൊക്കെ നമ്മൾ എമർജൻസി ആയിട്ടും സിസേറിയൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.